നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രോത്സാഹന മാത്യു. ഇന്നത്തെ വിഷയം ഒരു ചെറുതാണ്, പലർക്കും അറിയുന്നൊക്കെ തന്നെയായിരിക്കും. ഷോർട്ട് സെല്ലിംഗ്. കാരണം ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞൊരു 3-4 എപ്പിസോഡുകൾ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ചും ഷോർട്ട് സെല്ലേഴ്സിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ പലരും എഴുതിയത് കണ്ടു, ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം എന്താണ്, അപ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമാക്കാമെന്ന് കരുതിയിട്ടൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ പറയുന്നത് എന്താണ് ഷോർട്ട് സെല്ലിംഗ്, ഷോർട്ട് സെല്ലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഷോർട്ട് സെല്ലിംഗ് ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ഇൻട്രാഡേയിലോ അല്ലാതെ എങ്ങനെ ചെയ്യാൻ കഴിയും, ഇനിയിപ്പോൾ ഇക്വിറ്റി തന്നെ നമുക്ക് ഒരു ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു പൊസിഷൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ അതിൻ്റെ സാധാരണ രീതിയിൽ വരുന്ന ഷോർട്ട് സെല്ലിംഗ് കൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾ, ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ അതാണ് ഈ ഒരു എപ്പിസോഡ് പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കും. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിലില്ലാത്ത ഷെയറുകളോ ഇൻസ്ട്രുമെൻസോ ഒക്കെ നമ്മൾ സെല്ല് ചെയ്യുന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ അവ കയ്യിലില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു 10 റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയില്ല. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ടേജ് ഇൻ യുവർ ഹോൾഡിംഗ്, അതാണ് നമ്മൾ സെല്ല് ചെയ്യുന്നു, പക്ഷേ ദർ ഇസ് എ ഷോർട്ടേജ് ഇൻ യുവർ ഹോൾഡിംഗ്, ഷോർട്ട് സെല്ലിംഗ്. അപ്പോൾ കയ്യിലില്ലാത്തത് എങ്ങനെയാണ് സെല്ല് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് സംശയം വരും. അപ്പോൾ അതിന് നമ്മൾ ഒരു ഉദാഹരണം അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സന്ദർഭം സങ്കല്പിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ ഒരു സ്ഥലം 10 സെൻറ്റ് സ്ഥലം ഇന്ന സ്ഥലത്ത് വേണമെന്നും പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആ സ്ഥലങ്ങളിൽ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, ലഭ്യതയുണ്ട്, നിങ്ങൾക്കൊരു സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയുന്നു, സ്ഥലത്തിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശരി, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, പക്ഷേ സ്ഥലത്തിൻ്റെ 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 10 സെൻറ്റ് സ്ഥലമാണ്, ഇതിന് നിങ്ങൾ 10 ലക്ഷം രൂപ തരണം. അപ്പോൾ അതിനൊരു ഡീൽ ഉറപ്പിച്ചു. ആകെ ഒരു കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, 1 മാസമോ 2 മാസമോ എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് സ്ഥലം തരിക, അഥവാ ഈ ഒരു ഡീൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ വില താഴോട്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, സ്ഥലങ്ങളുടെ വില. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചു. 5 മാസത്തെയോ 6 മാസത്തെയോ ആണ് നിങ്ങളൊരു ഡീൽ പീരീഡ് വെച്ചതെങ്കിൽ, 6 മാസം കഴിഞ്ഞ് 10 ലക്ഷം രൂപയുടെ സ്ഥലം നിങ്ങൾക്ക് 6 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ, നിങ്ങൾ 6-ാമത്തെ മാസം നിങ്ങൾ 6 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 - 6 4 ലക്ഷം രൂപ ലാഭം ലഭിച്ചു. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലം ആദ്യം തന്നെ വിറ്റത് നിങ്ങളുടെ കയ്യിൽ ആ സ്ഥലം ഉണ്ടായതുകൊണ്ടല്ല. നിങ്ങളുടെ കയ്യിൽ ആ ഒരു സ്ഥലം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വിൽപ്പന സാധിച്ചു. പക്ഷേ ഒരു 6 മാസം എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് പണം വാങ്ങലും അതേപോലെ തത്തുല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കുവാനും കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഷോർട്ട് സെല്ലിങ്ങിലും ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഷോർട്ട് സെല്ലിംഗ്, ഇക്വിറ്റിയിലുള്ള ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിൽ അത് ഇൻട്രാഡേ സെല്ലിംഗ് ആണ് നടത്തുക, മാർജിനിലാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കാലത്തോ ഉച്ചയ്ക്കോ എപ്പോഴും മാർക്കറ്റ് അവേഴ്സിന് മുമ്പ് നിങ്ങൾ സെല്ല് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പ്രത്യേക ഷെയർ 10 റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നു, അപ്പുറത്തൊരാളത് വാങ്ങുന്നു. ദിവസം അവസാനിക്കുന്നതിന് മുമ്പ്, മാർക്കറ്റ് അവേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളത് തിരിച്ചു വാങ്ങുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചു വാങ്ങുന്നത് മാർക്കറ്റിൽ വില താഴോട്ട് പോവുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്കായിരിക്കുമെന്നാണ്. ഉദാഹരണമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് നിങ്ങൾ രാവിലെ 2300 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുകയാണെന്നിരിക്കട്ടെ, വില ഉച്ച കഴിയുമ്പോഴത്തേനും താഴേക്ക് പോകുമെന്നുള്ള ഒരു അനുമാനത്തിൽ 2300 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു. ഉച്ച കഴിഞ്ഞപ്പം 2200 രൂപയായി മാറി. അപ്പോൾ നിങ്ങൾ 10 തിരിച്ചു വാങ്ങി. അങ്ങനെ നിങ്ങൾക്ക് 100 രൂപ ലാഭം ലഭിച്ചു. കാരണം വിറ്റ വില മൈനസ് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 2300 - 2200 100 രൂപ ലാഭം ലഭിച്ചു. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ, ദിവസത്തിൻ്റെ അവസാനം എന്തൊക്കെ ട്രാൻസാക്ഷനാണ് നടന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു വിൽപ്പനയും ഒരു വാങ്ങലും നടന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ബാലൻസുകളൊന്നുമില്ല, പൊസിഷനെല്ലാം സ്ക്വയർഡ് ഓഫ് ആയി. ഇതാണ് സാധാരണയായിട്ട് ഇൻട്രാഡേ മാർജിൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുമ്പം നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഇൻട്രാഡേ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ മാർജിൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. MIS ആണ് ചെയ്യേണ്ടത്, മാർജിൻ ഇൻട്രാഡേ സെറ്റിൽമെൻ്റ് ആണ്. പക്ഷേ ഡെലിവറി ആയിട്ട് സെല്ല് ചെയ്യാൻ പലപ്പോഴും പല ബ്രോക്കേഴ്സ് സമ്മതിക്കാറില്ല. ഷോർട്ട് ഡെലിവറി വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. മിക്ക ബ്രോക്കേഴ്സും സമ്മതിക്കാറില്ല. MIS എനേബിൾ ചെയ്യണമെന്നുള്ളൊരു പ്രശ്നങ്ങളിലും മിക്ക ബ്രോക്കേഴ്സും ആദ്യം തന്നെ DEMAT അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ MIS ഒക്കെ എനേബിൾ ചെയ്തിട്ടുമുണ്ടാകും.
അടുത്തായിട്ട് നമുക്ക് ഏതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് സെൽ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു ഇക്വിറ്റി ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് MISൻ്റെ അണ്ടറിൽ ചെന്നിട്ട് അങ്ങോട്ട് സെല്ല് ചെയ്താൽ മതി. വെറുതെ എന്നിട്ട് വില കുറയുമ്പോൾ നിങ്ങൾ തിരിച്ചു വാങ്ങാം. പക്ഷേ ആകെ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു വാങ്ങിയിരിക്കണം. മിക്ക ബ്രോക്കേഴ്സ് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊസിഷനെല്ലാം ഇൻട്രാഡേയിൽ നിങ്ങൾ വാങ്ങിച്ചതോ വിറ്റതോ ആയിട്ടുള്ള എല്ലാ പൊസിഷനും സ്ക്വയർ ഓഫ് ചെയ്യും. അത് നള്ളിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ഓട്ടോമേറ്റഡ് ആണ്. മിക്ക ബ്രോക്കേഴ്സിനും 3 മണി മുതൽ 3:20 വരെയുള്ള സമയങ്ങളിൽ പല ബ്രോക്കേഴ്സിനും പല സമയങ്ങളാണ്. ചിലർക്ക് 3 മണിക്കാണ്, ചിലർക്ക് 3:10 15 ചിലർക്ക് 3:20. ഈ സമയങ്ങളിൽ അത് സ്ക്വയർ ഓഫ് നടന്നിരിക്കും. അപ്പോൾ വില നിങ്ങൾ വിറ്റതിനേക്കാളും കൂടുതലാണെങ്കിലും അത് തന്നെ നടക്കും. ലാഭമാണോ നഷ്ടമാണോ എന്താണെന്ന് ഉള്ള എല്ലാ പ്രശ്നം അത് അപ്പോൾ ഉള്ള വിലയ്ക്ക് എപ്പോഴാണോ മാർക്കറ്റ് പ്രൈസ് ആ മാർക്കറ്റ് പ്രൈസിൻ്റെ അകത്ത് സ്ക്വയർ ഓഫ് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചില സ്റ്റോക്കുകളൊക്കെ ഇതേപോലെ ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകാനുള്ളൊരു വഴിയുണ്ട്. പ്രത്യേകിച്ച് വളരെ ചെറിയ ഒരു സർക്യൂട്ട് ലിമിറ്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ 5%, 2%, 3% ഒക്കെ ഉള്ള സർക്യൂട്ട് ലിമിറ്റ്സ് ഒക്കെ ഉള്ള സ്റ്റോക്കുകൾ നിങ്ങളെടുത്ത് സെല്ല് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ സെല്ല് ചെയ്തതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോയി അത് അപ്പർ സർക്യൂട്ടിൽ ചിലപ്പോൾ അവിടെ ലോക്കായി പോയേക്കാം. അപ്പോൾ പിന്നെ അവിടെ ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങി സ്ക്വയർ ഓഫ് ചെയ്യാൻ നടക്കില്ല. ഇപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ സെല്ല് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടി കയ്യിൽ സ്റ്റോക്കില്ല. ഷോർട്ട് ഡെലിവറി നമ്മളിതിനു മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കാലം മുമ്പ്. ഷോർട്ട് ഡെലിവറി കൊണ്ടുണ്ടാകുന്ന പെനാൽറ്റി മുതലായിട്ടുള്ള എല്ലാം നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഈ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഷോർട്ട് സെല്ല് ചെയ്യാൻ നിങ്ങൾ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കാണിക്കണം. ഇതേപോലെ കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. കണ്ടമാനം ട്രേഡുകൾ നടക്കുന്നതും സർക്യൂട്ട് ലിമിറ്റ്സിൻ്റെ വലിയ പ്രശ്നങ്ങളില്ലാത്തതുമായിട്ടുള്ള തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നു ചേരും. അത് നഷ്ടം എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അടുത്തായിട്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻട്രാഡേയിലാണെങ്കിൽ ഇക്വിറ്റി പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ അടുത്തത് നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ നിങ്ങൾക്ക് പൊസിഷൻ എടുത്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മാസം മുമ്പ് ഇപ്പം അദാനിയുടെ വില താഴേക്ക് പോകുന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് അദാനി ഫ്യൂച്ചേഴ്സിൽ പോയി ഷോർട്ട് ചെയ്യാമായിരുന്നു. അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യണം നിർബന്ധമില്ല. തുടങ്ങുമ്പോൾ തന്നെ ലോവർ സർക്യൂട്ടിലൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നങ്ങളില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളത് എന്ത് ചെയ്താൽ മതി, കോൺട്രാക്റ്റ് വൈൻഡപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ചെയ്യാൻ കഴിയും. ഇതേ കാര്യം തന്നെ ബാധകമാണ് നിങ്ങൾക്ക് കമ്മോഡിറ്റിയിലാണെങ്കിലും കറൻസിയിലാണെങ്കിലും. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇക്വിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ക്യാരി ഓവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു SLB മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ കുറേ കാലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറയാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ സെക്യൂരിറ്റി ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് പറയാം. നിങ്ങൾ കടം വാങ്ങുന്നു സ്റ്റോക്ക് മറ്റൊരാളിൽ നിന്നും, നിങ്ങൾ അത് വാങ്ങിക്കുകയല്ല, നിങ്ങൾ കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക വാടക കൊടുത്തിട്ട്, ലെൻഡിങ് ഫീ കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മൾ അദാനി എൻ്റർപ്രൈസിൻ്റെ കാര്യം തന്നെ എടുക്കാം. അദാനി നിങ്ങൾ താഴേക്ക് പോകുന്നു പ്രതീക്ഷിക്കുന്നു, 3500 രൂപ ഉള്ള അദാനി താഴേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാസത്തേക്ക് നിങ്ങളൊരു 10 അദാനി ഷോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു ദിവസം മാത്രമല്ല, ഒരു മാസത്തേക്ക് ഷോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ SLB അനുസരിച്ച് നിങ്ങളൊരു 10 അദാനി നിങ്ങൾ ബോറോ ചെയ്യുന്നു, കടം വാങ്ങുന്നു. ബോറോ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം, നിങ്ങളെ ബോറോയിങ് ഫീസ് മാത്രം നൽകിയാൽ മതി. ഉദാഹരണമായിട്ട് ബോറോയിങ് ഫീസ് 100 രൂപയാണെന്നിരിക്കട്ടെ. നിങ്ങൾ 100 രൂപ ഒരു മാസത്തേക്ക് നൽകുക, 10 നിങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മൊത്തമുള്ള ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 മൈനസ് 100 രൂപ, 3400 രൂപ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇനി വില ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1000 രൂപ 1100 രൂപയിലേക്ക് എത്തി. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 2400 രൂപയുടെ അടുത്ത് ലാഭം കിട്ടി. നിങ്ങൾ വാങ്ങിക്കാതെ തന്നെ വാടകയ്ക്ക് എടുത്ത ഷെയർ ഷോർട്ട് സെല്ല് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വാങ്ങി ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചുരുങ്ങിയ വിലയ്ക്ക് 1100 രൂപ വിലയ്ക്ക് നിങ്ങൾ വാങ്ങി, നിങ്ങൾ ആരെടുത്താണോ കടം വാങ്ങിച്ചത് അയാൾക്ക് തിരിച്ചു നൽകുന്നു. ഒരു ലെൻഡിങ് ഫീ ഉൾപ്പെടെ, SLB ഫീ ഉൾപ്പെടെ നിങ്ങളത് തിരിച്ചു നൽകുന്നു. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലാഭം. അപ്പോൾ ഇങ്ങനെയാണ് SLB മെക്കാനിസം നടക്കുന്നത്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ആ ഒരു എപ്പിസോഡ് കാണുക. ഇനി അടുത്തതായിട്ട് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ
സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് സാധാരണഗതിയിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റ് ട്രെൻഡ്, സെൻറ്റിമെൻറ്റ് ഇതെല്ലാം ലോങ് ടേമിലേക്ക് എപ്പോഴും ബുള്ളിഷ് ആണെന്നുള്ളതാണ്. ഏത് മാർക്കറ്റും ആകട്ടെ. കാരണം ഇവിടെ ഒരു മാർക്കറ്റ് തന്നെ നിലനിൽക്കുന്നത്, ലോകത്ത് മൊത്തമുള്ള ഏത് മാർക്കറ്റുകളാകട്ടെ ആ മാർക്കറ്റുകളൊക്കെ നിലനിൽക്കുന്നത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ തിയറി വളരെ കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, കാരണം ഇവിടെ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയും പർച്ചേസിങ് പവറും കൂടുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്കുകളുടെ വിലയും മുകളിലേക്ക് തന്നെ പോകുക എന്നാണ് നാച്ചുറൽ സെൻറ്റിമെൻറ്റ്. യുദ്ധമോ അല്ലെങ്കിൽ വലിയ കെടുതികളൊന്നും വരാത്തടത്തോളം കാലം എങ്കിൽ പോലും താഴേക്ക് വന്ന് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഷോർട്ട് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഏത് സമയവും ഇത് നഷ്ടത്തിൽ കലാശിച്ചേക്കാം. നഷ്ടത്തിൽ കലാശിക്കുക എന്ന് പറയുമ്പം നമ്മൾ ഷോർട്ട് ചെയ്യുമ്പം നമ്മുടെ റിസ്ക് അൺലിമിറ്റഡ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾ 3000 രൂപയുടെ ഷെയർ നിങ്ങൾ ഷോർട്ട് സെല്ല് ചെയ്യുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇത് ഏതുവരെ ഇതിൻ്റെ വില കയറിപ്പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താത്വികമായി പറയുകയാണെങ്കിൽ ഏതുവരെ വേണമെങ്കിലും കയറിപ്പോവാം. 1 ലക്ഷം രൂപയാകാം, 10 ലക്ഷം രൂപയാകാം, 1 കോടി രൂപയാകാം. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏതുവരെ ഇറങ്ങി വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇത് 0 വരെ ഇറങ്ങി വരാൻ കഴിയുകയുള്ളൂ. മാക്സിമം 3000 രൂപയുടെ ഷെയർ നിങ്ങൾ വാങ്ങിച്ചാൽ 3000 രൂപ നഷ്ടമുണ്ടാകുകയുള്ളൂ, അതിൽ കൂടുതൽ നഷ്ടമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് വളരെ ലളിതമായി ഇപ്പോൾ തോന്നും, കുറേ പേർക്ക് ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഷോർട്ട് സെല്ലിംഗ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, കുറേ പേര് പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട്, കുറേ പേര് പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ അകത്തുള്ളവർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് മിക്കവരുടെയും നഷ്ടത്തിലായിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിന് പകരം വിൽക്കുകയായിരുന്നെങ്കിൽ ഇത്ര എനിക്ക് ലാഭമായിരിക്കില്ലേ. ഇതൊരു ചെറിയ പീരീഡിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ്റെ പ്രശ്നങ്ങളോ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണെന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ് പലപ്പോഴും ഉണ്ടാകും, പലർക്കും തോന്നും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. ഷോർട്ട് സെല്ല് ചെയ്ത് പണം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ വളരെയധികം കണ്ടിട്ടുള്ളൊരു കാര്യം, ഷോർട്ട് സെല്ലേഴ്സ്, വലിയ ഗ്രേറ്റസ്റ്റ് ബയേഴ്സ് എന്നൊക്കെ പറയുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവർക്ക് ലാഭം കിട്ടിയപ്പോൾ ബൾക്കായിട്ട് ലാഭം കിട്ടി. പക്ഷേ 1-2 പൊസിഷൻസ് കൊണ്ട് കിട്ടിയ ലാഭമെല്ലാം ഒന്നിച്ചു പോവുക എന്നുള്ളതാണ് ചരിത്രം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റോക്സിൻ്റെ മുകളിൽ ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. മാർജിൻസും കൂടി തരുന്നത് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ഒരു നഷ്ടത്തിലേക്കൊക്കെ കൂപ്പുകുത്താനുള്ള വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ സെക്ടറിൻ്റെയും മാർക്കറ്റിൻ്റെയും സെൻറ്റിമെൻറ്റ് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം, സ്റ്റോക്കിനെ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങിച്ച് പോർട്ട്ഫോളിയോയിൽ വെച്ചിട്ട് വരുന്ന നഷ്ടത്തെക്കാളും വലിയ ഭീകരമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് സെല്ലിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഷോർട്ട് സെൽ ഏതെല്ലാം രീതിയിൽ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും ഒരു ചെറിയൊരു അവബോധം ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.